ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സ്പെഷ്യൽ ഓഫീസർ എസ് സുജിത് ദാസ് അറിയിച്ചു. മകരജ്യോതി ദർശനം സുഗമമാക്കുന്നതിനും തിരിച്ച് സുരക്ഷിതമായി മലയിറങ്ങുന്നതിനും പോലീസ് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും ഭക്തർ കൃത്യമായി പാലിക്കണം. മകരവിളക്ക് ദിവസം സന്നിധാനത്ത് 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുന്നത്. നിലവിൽ 11 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 30 CIമാരും 1489 സിവിൽ പോലീസ് ഓഫീസർമാരും ഉൾപ്പെടെ 1534 സേനാംഗങ്ങൾ സന്നിധാനത്ത് സേവനത്തിനുണ്ട്. ഇതിനു പുറമെ 500-ഓളം ഉദ്യോഗസ്ഥർ കൂടി സന്നിധാനത്തെത്തും. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മകരവിളക്ക് ദിവസം വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമായി സന്നിധാനത്തേക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. രാവിലെ 10 മുതൽ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും രാവിലെ 11 മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ കടത്തിവിടില്ല. തിരുവാഭരണ ഘോഷയാത്ര പരമ്പരാഗത പാതയിലൂടെ വൈകുന്നേരം 5:30 ശരംകുത്തിയിലെത്തും. 6:20 സന്നിധാനത്തും എത്തും. തുടർന്ന് ദീപാരാധന നടക്കും. ഘോഷയാത്രയ്ക്ക് കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തർ തിരുവാഭരണപ്പെട്ടി തൊടാനോ ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ തിരക്ക് കൂട്ടാനോ ശ്രമിക്കരുത്. പാണ്ടിത്താവളം, ശരംകുത്തി, U-ടേൺ തുടങ്ങിയ ഇടങ്ങളിലെ വ്യൂ പോയിന്റുകളിൽ സുരക്ഷിതമായി നിന്ന് മകരജ്യോതി ദർശിക്കണം. വനമേഖലയോട് ചേർന്നുള്ള പല വ്യൂ പോയിന്റുകളിലും ഭക്തർ വിരിവെക്കാറുണ്ട്. ഈ പ്രദേശങ്ങളിൽ യാതൊരു കാരണവശാലും പാചകം ചെയ്യരുത്. ഹിൽ ടോപ്പിൽ അപകട സാധ്യത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുസ്വാമിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സോപാനത്തിലും തിരുമുറ്റത്തും പരിസരത്തും ഘോഷയാത്ര എത്തുമ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഭക്തരെ വ്യൂ പോയിന്റുകളിലേക്ക് മാറ്റിയ ശേഷമാകും തിരുവാഭരണം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. തിരിച്ചിറങ്ങാൻ 3 റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പാണ്ടിത്താവളത്ത് നിന്ന് ദർശൻ കോംപ്ലക്സിന് പിൻഭാഗത്തിലൂടെ നടപ്പന്തലിന് പിന്നിലായി കൊപ്രക്കളം ട്രാക്ടർ റോഡ് വഴി KSEB ജംഗ്ഷനിലെത്തുന്നതാണ് പ്രധാന റൂട്ട്. പാണ്ടിത്താവളം ജംഗ്ഷനിൽ നിന്ന് മാളിപ്പുറം ഭാഗത്തുള്ള ഇറക്കം വഴി പോലീസ് ബാരക്, ബെയിലി പാലം വഴി ചന്ദ്രഹാസൻ റോഡിലെത്തുന്നതാണ് രണ്ടാമത്തെ പാത. നടപ്പന്തലിന്റെ മധ്യഭാഗം വഴി KSEB ജംഗ്ഷനിലെത്തുന്നതാണ് മൂന്നാമത്തെ വഴി. ഈ റൂട്ടുകളിലൂടെ ഭക്തരെ സെഗ്മെന്റുകളായി തിരിച്ച് അപകടം കൂടാതെ സുരക്ഷിതമായി പമ്പയിലെത്തിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ജനുവരി 14-ാം തീയതി ഏകദേശം 6:35 മണിയോടെയായിരിക്കും അന്നത്തെ ദീപാരാധനയും മകരവിളക്ക് കാണലും ഉണ്ടാവുക. ആയതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ നല്ല തിരക്കുകൾ ഇന്നത്തെ ദിവസം തന്നെ ശബരിമലയുടെ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ആയതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവസാന ദിവസം നമുക്ക് 30,000-ഓളം വെർച്വൽ ക്യൂ പാസുകൾ മാത്രമേ ഉള്ളൂ. അന്നത്തെ സ്പോട്ട് ബുക്കിംഗും നിയന്ത്രിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അതിന് ഓർഡർ നൽകിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലയ്ക്കല് നിന്നും 10 മണിക്ക് ശേഷം ആരെയും തന്നെ പമ്പയിലേക്ക് കടത്തിവിടില്ല. പമ്പയിൽ നിന്നും 11 മണിക്ക് ശേഷം സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടില്ല. തിരുവാഭരണം ട്രഡീഷണൽ റൂട്ടിലൂടെ വന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് ശരംകുത്തിയിൽ എത്തിച്ചേരുന്നത് ഏകദേശം 5 മണിയോടെ ആയിരിക്കും. ഈ റൂട്ടിലെല്ലാം തന്നെ നമ്മുടെ ട്രഡീഷണൽ റൂട്ടെല്ലാം തന്നെ നമ്മൾ തിരുവാഭരണ പെട്ടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റെറൈലായിട്ടായിരിക്കും ഇട്ടിരിക്കുക. ഭക്തജനങ്ങളുടെ തിക്കും തിരക്കുകളോ അല്ലെങ്കിൽ തിരുവാഭരണ പെട്ടീനെ തൊടാനോ മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തിരുവാഭരണ പെട്ടി 18-ാം പടിയുടെ ഏകദേശം നമ്മൾ 6 മണിക്ക് 20 മിനിറ്റ് ആവുമ്പോൾ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 6:35 ആവുമ്പോൾ ദീപാരാധന നടക്കും. ഈ സമയങ്ങളിലെല്ലാം തന്നെ തിരുവാഭരണം വരുന്ന വഴിയിൽ ഭക്തജനങ്ങളുടെ തിക്കും തിരക്കുകളോ മറ്റും തന്നെ നമ്മൾ അനുവദിക്കില്ല. മടങ്ങിപ്പോകുന്നതിനായി KSRTC ബസ്സുകൾ പമ്പയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്തർ വരി പാലിച്ച് വാഹനങ്ങളിൽ കയറണം. ഇന്നറിയാൻ ന്യൂസ് കേരള, ശബരിമല. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.